ഡോക്ടറെ ഞാനിങ്ങൊന്ന് ചുമക്കുകയും തുമ്മയൊക്കെ ചെയ്യുമ്പോഴേക്കും മൂത്രം അറിയാതെ പോവുകയാണല്ലോ. എനിക്ക് പ്രായം കൂടി വരുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണോ അത്? ഒരിക്കലുമല്ല. ചെറിയൊരു നിസ്സാര വ്യായാമം ചെയ്താൽ ചിലപ്പം ഇത് പരിഹരിക്കാൻ സഹായകരമാവും. നമുക്കറിയാം, പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൂത്രസഞ്ചിയെയും നമ്മുടെ വയറിൻ്റെ ഭാഗത്തെയും പിന്നെ സ്ത്രീകളുടെ യൂട്രസിനെയൊക്കെ താങ്ങി നിർത്തുന്ന ഒരുപാട് മസിലുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഈ മസിലുകളൊന്ന് വീക്കായി കഴിഞ്ഞാൽ എന്താകും? യൂറിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൽവിക് ഫ്ലോറിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, സ്ഥിരമായി ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറച്ചൊക്കെ പരിഹരിക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പെൽവിക് ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മസിലുകളുടെ ഒരു ഊഞ്ഞാൽ കൂട്ടം പോലെ, ഒരു ഊഞ്ഞാൽ പോലെ, ഒരു ഹാമോക്ക് പോലെ നമ്മുടെ പെൽവിസിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നത്. അത് നമ്മളെ വയറിലെ ബവൽ മൂവ്മെൻറ്റ്സിനെയും അരക്കെട്ടിൻ്റെ അടിഭാഗത്തുള്ള പേശികളുടെ ഒരു കൂട്ടം. അത് നമ്മളെ മൂത്രം നിയന്ത്രിക്കാൻ സഹായിക്കും, മലത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും, അവിടെ കാണുന്ന അവയവങ്ങൾക്കൊക്കെ പിന്തുണ കൊടുക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പ്രസവത്തിന് ശേഷമുള്ള സ്ത്രീകൾ, മിനോപോസസിന് ശേഷമുള്ള ചിത്രത്തിൽ, പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷമുള്ള പുരുഷന്മാർ, പിന്നെ ചെറിയ തോതിലൊക്കെ ഇങ്ങനെ മൂത്രം ഒഴിച്ചു പോകുന്നവർക്കൊക്കെ സഹായിക്കുന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ മൂത്രം പോകുന്നതൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഒരു മസിൽ കൂട്ടത്തിനെ ഒന്ന് പേശികളെ കുറച്ച് നേരം ഒന്ന് മുറുക്കുക, ഒരു 5 സെക്കൻഡ് പിടിച്ച് നിർത്തുക, പിന്നെ 5 സെക്കൻഡ് അവിടെ വിശ്രമിക്കുക, പിന്നെ 5 സെക്കൻഡ് പിന്നെയും പിടിച്ച് നിർത്തുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ആവർത്തിക്കാം. ഇങ്ങനെ ഒരു 3 സെറ്റ് ദിവസവും പരിശീലിക്കുക. ഒരു ഡോക്ടറുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശം സ്വീകരിക്കുക. ഒരിക്കലും നമ്മുടെ ശ്വാസത്തെ എങ്ങനെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. പിന്നെ വയറിൻ്റെ പേശികളെ മുറുക്കരുത് മുകളിലോട്ടൊന്നും. ഓക്കെ. പിന്നെ ഒരിക്കലും ഉടൻ ഫലം പ്രതീക്ഷിക്കാനും പാടില്ല, കുറച്ച് സമയമെടുക്കും. പിന്നെ എന്തെങ്കിലും ഈ ഒരു ലീക്കേജ്, ഈ യൂറിൻ ലീക്കേജ് തുടർച്ചയായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സഹായം തരണം. പിന്നെ പെൽവിക്ക് പെയിൻ അനുഭവപ്പെടുകയാണ്, യൂറിൻ പാസ് ചെയ്യാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലൊക്കെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ ഈ ലക്ഷണങ്ങൾ കൂടി വരികയാണെങ്കിലും ഒരു ഡോക്ടറെ സഹായം തരണം. അതിൻ്റെ അണ്ടർലൈൻ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.